ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈസി കറിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ വളരെ ഈസി ആയിട്ടുള്ള കറി. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള കറിയാണ് നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങും ചേർത്ത കറി. അപ്പോൾ ഈ ഒരു കറി ഗ്യാസ് ആയിരിക്കും എന്നുള്ള മുൻവിധിയോടെ നിങ്ങൾ കാണണ്ട. ഇതിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു പരിഹാരവും പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ കുറച്ച് അയമോദക ഗുളിക വാങ്ങിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഗ്യാസിൻ്റെ വയറുവേദന എന്തെങ്കിലും വരികയാണെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം മാറിപ്പോയിക്കോളൂ കേട്ടോ. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ടിപ്പാണ്. നമ്മൾ ഇപ്പോൾ പച്ചമരുന്ന് കടകളിലൊക്കെ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും അയമോദക ഗുളിക. അപ്പോൾ വാങ്ങിച്ചു വയ്ക്കുക. അതെപ്പോഴും നമുക്കൊരു മുൻകരുതൽ നല്ലതാണ്. അല്ലെങ്കിൽ അയമോദകം വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കറിയിൽ അയമോദകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കറിയിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വയറുവേദനയൊന്നും വരില്ല ഉറപ്പായിട്ടും. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളവർ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ ചേർക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് തുവരപ്പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി വേണം. 3-4 ചേർക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. വെളുത്തുള്ളി ചേർത്താലാണ് പെർഫെക്റ്റ് ആവുക. അതുപോലെ തന്നെ പച്ചമുളക് വേണം. പിന്നെ 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള. സവോളയ്ക്ക് പകരം ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഒരു 20 ഉള്ളി എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. പരിപ്പും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. ആദ്യം നമുക്ക് പരിപ്പ് കുക്കറിലേക്ക് മാറ്റാം. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് ടൈം വ്യത്യാസം വരുത്തട്ടോ. ഇതിപ്പോൾ ഒരു വിസിൽ വരുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കാവുന്ന പരിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ വെള്ളത്തോടു കൂടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പരിപ്പിനും ഉരുളക്കിഴങ്ങിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടിയൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. 2 വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ സമയത്ത് സവോള ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് 2 നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും ഇതൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇഞ്ചി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇഞ്ചി ചേർക്കുന്നില്ല. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. നീളത്തിൽ കനം കുറച്ചാണ് സവോള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിലും പരിപ്പിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. ഉപ്പ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കറി റെഡിയാക്കിയിട്ട് ഒരു 3/4 ഭാഗമാകുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോകണ്ട. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ മതി. ഇനി പൊടികളൊന്ന് കുക്കായി വരട്ടെ നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ നമുക്ക് കറി റെഡിയാക്കാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത് പോലെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് റെഡിയാക്കാം. തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് റെഡിയാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉള്ളതല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക.
കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു കളർ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ആ മുളക് പൊടിയുടെ കാര്യം തന്നെ പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടി ഉള്ളെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കണം, ഇല്ലെങ്കിൽ ഒരുപാട് എരിവായി പോകും. നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് എരിവ് കൂടി പോകരുത്. ഇതിലേക്ക് തക്കാളി ഒന്നും ചേർക്കരുത് കേട്ടോ, തക്കാളി ചേർത്താൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പരിപ്പും ചേർക്കാം. പൊടികൾ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കറി മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാക്കിയിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വറവ് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ സ്റ്റേജ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് നമ്മുടെ കറിക്ക് ഒന്ന് കൊഴുപ്പ് കൂടാനാണ്. പരിപ്പുള്ളതുകൊണ്ട് തന്നെ കൊഴുപ്പ് കൂടും. പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചുകൂടി കൊടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കായി കിട്ടും. ഇപ്പോൾ തന്നെ കറി കുറുകി വരും. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ പല രീതിയിൽ കഴിക്കാവുന്ന കറിയാണ്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ അപ്പത്തിൻ്റെ കൂടെയും കൂടി നമ്മുടെ കറി കഴിക്കാൻ പറ്റും. തേങ്ങാപ്പാൽ ഒഴിക്കാതെ അപ്പത്തിൻ്റെ കൂടെ അത്ര പെർഫെക്റ്റ് ആവില്ല. അപ്പത്തിന് ഇടിയപ്പത്തിനൊന്നും അത്ര പെർഫെക്റ്റ് ആവില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചാലേ അപ്പത്തിന് ഇടിയപ്പത്തിനും പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പ് കറക്റ്റാണ്, അതുകൊണ്ട് ഉപ്പ് ഇനി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാം. അത് ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാനാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വീണ്ടും കുറുകി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ആദ്യം തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മതി കേട്ടോ, അതിലും കൂടുതൽ വേണ്ട. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കറി ആയിക്കഴിഞ്ഞു. ഇതൊന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളക്കരുത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. നമുക്ക് ഉരുളക്കിഴങ്ങും പരിപ്പും ഒന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള സമയം, ആ സമയത്ത് സവോളയും വഴറ്റിയെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ കറി റെഡിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറവ് ചേർക്കാം. ഞാനിപ്പോൾ ഇത് മാറ്റി വയ്ക്കട്ടെ, വേറൊരു പാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ഒരു കറി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചതും അതുപോലെ പരിപ്പും എല്ലാം അല്ലേ. അപ്പോൾ നാടൻ കറി ആകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാണ് എപ്പോഴും നല്ലത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. 1/2 ടീസ്പൂൺ മതി. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ കളർ ഒരുപാട് മാറിപ്പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വറവ് കറിയിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കണ്ടോ, നമ്മുടെ നല്ല ഭംഗിയായിട്ടുള്ള അതുപോലെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കറി ഇതാ കുറുകി വരുന്നുണ്ട്. ഇതുണ്ടോ, നേരത്തെ നമ്മൾ ഓഫ് ചെയ്തതിനേക്കാൾ കുറുകി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് കുറുകി പോവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. അല്ലാതെ തിക്കായി പോവുകയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ അല്ലാതെ തിക്കായി പോവില്ല. നമ്മൾ അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോറിന് എടുക്കുമ്പോൾ പാകത്തിന് ലൂസുള്ള കറിയായിട്ടിരിക്കും. ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും, ഒരുപാട് കട്ടിയാവില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങും പരിപ്പും ചേർത്ത് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ പരിപ്പ് ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കടലപ്പരിപ്പോ നമ്മുടെ ചുവപ്പ് കളറിലുള്ള പരിപ്പുണ്ടല്ലോ, മസൂർ ദാലോ, ഏത് പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂരപ്പരിപ്പാണ് ഫാസ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത്. ബാക്കിയുള്ള പരിപ്പുകൾ വേവാൻ സമയമെടുക്കും. അപ്പോൾ കടലപ്പരിപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു റെസിപ്പി ചെയ്യുക. അല്ലെങ്കിൽ കുക്കായി കിട്ടില്ല. കുക്കായി കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകും. നമുക്ക് രണ്ടും ഒരുമിച്ച് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ
ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.